5ാം നിലയിലുള്ള നവജാത ശിശുക്കളുടെ ICUയിലാണ് കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടത്. ഈ സമയം 15 കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ICUവിനുള്ളിൽ ഉണ്ടായിരുന്നു. ചുറ്റും കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു മെഡിക്കൽ കോളേജ്. അതാണ് കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. പാമ്പുകളടക്കം ഇഴജന്തുക്കൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയാണ് മെഡിക്കൽ കോളേജിന് പരിസരത്തേത്. കാട് കയറി മൂടിയ നിലയിലാണ് ആശുപത്രി പരിസരം. പാമ്പുകൾക്ക് ആശുപത്രിക്കുള്ളിലേക്ക് കയറാൻ സൗകര്യമൊരുക്കുന്ന രീതിയിൽ വള്ളിപ്പടർപ്പുകൾ ജനലുകൾക്കിടയിലൂടെ അകത്തേക്ക് കിടക്കുന്നു. നേരത്തെ ആശുപത്രിയുടെ 7ാം നിലയിൽ വരെ പാമ്പുകൾ എത്തിയിട്ടുണ്ട്. നവജാത ശിശുക്കളെ കണ്ണ് പരിശോധിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം. അതിൻ്റെ വാതിലിൻ്റെ ഇടയിൽ നിന്നാണ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന മാരക വിഷമുള്ള പാമ്പിനെ കണ്ടെത്തിയത്. പരിയാരത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാരണം എന്ന് പറയുന്നത് കുന്നുപോലെ കൂടിയിരിക്കുകയാണ് ക്രാപ്സുകൾ. അതാണെങ്കിൽ ഈ സ്റ്റീലിനും അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ, ലിഫ്റ്റിൻ്റെ സാധനങ്ങൾ, അതുപോലെ തന്നെ ഇഷ്ടിക, മണൽ എല്ലാം ഈ ഓരോ ഫ്ലോറിൻ്റെയും വരാന്തയിൽ കൂട്ടുകൂടിയിരിക്കുകയാണ്. നമ്മുടെ ലോകം മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും വസിക്കാനുള്ള ഇടം കൂടിയാണ്. അത് ഏറ്റവും മനോഹരമായി പ്രാവർത്തികമാക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജാണ്. ഇഴജന്തുക്കൾക്ക് മാത്രമല്ല, തേനീച്ചകൾക്കടക്കം കൂടുകൂട്ടി വസിക്കാനുള്ള ഇടം ഇവിടെയുണ്ട്. ജനലുകൾക്കരികിലായി കൂടുകൂട്ടിയ തേനീച്ചകൾ രോഗികൾക്ക് മാത്രമല്ല ആശുപത്രിയിൽ എത്തുന്ന എല്ലാവർക്കും ഭീഷണിയാണ്. 1 വർഷം മുമ്പ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പാമ്പുകടിയേറ്റ കൂട്ടിരിപ്പുകാരി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. രോഗവുമായി ആശുപത്രികളിൽ എത്തുന്നവരുടെ ജീവന് സുരക്ഷയില്ലാതാകുന്നത് നമ്പർ 1 ആരോഗ്യ കേരളത്തിന് അപമാനമാണ്. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ.